ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ ആവേശത്തിൽ നോർത്ത് പറവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ജീവനക്കാരും 2 ടീമുകളായി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. നഗരസഭ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫൈനലിൻ്റെ ഫുട്ബോൾ മത്സരത്തിൻ്റെ ആവേശത്തിലാണ്. ആ ആവേശത്തിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ന് പറവൂർ നഗരസഭ ഇങ്ങനെ ഒരു ഫുട്ബോൾ ഷൂട്ടൗട്ട് മത്സരം നടത്തിയത്. ഇന്നിവിടെ പങ്കെടുത്ത് നിൽക്കുന്ന ജനപ്രതിയായ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവനക്കാരും കൂടിയായിരുന്നു മത്സരം. ആ മത്സരം വാശിയേറിയ മത്സരമാണ് നടന്നത്. അതോടൊപ്പം തന്നെ വേറെ കുട്ടികൾക്കായിട്ടുള്ള നമ്മുടെ സമൂഹം ഹൈസ്കൂളും അതോടൊപ്പം തന്നെ SNVയുമായിട്ടുള്ള ഷൂട്ടൗട്ട് മത്സരം നടക്കുന്നുണ്ട്. അതുകൂടാണ്ട് സംസ്ഥാന ശുചിത്വ മിഷനും പറവൂർ നഗരസഭയും കൂടി ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഈ വേൾഡ് കപ്പിൻ്റെ ഇടയിൽ ഒരു ചലഞ്ച്, ഗോൾ ചലഞ്ച് മത്സരം കൂടി നടക്കുന്നുണ്ട്. അതായത് വേസ്റ്റ് തരംതിരിക്കുക, ഖരമാലിന്യ ചട്ടപ്രകാരമുള്ള വേസ്റ്റ് തരംതിരിച്ച് കൊടുക്കുന്ന ഒരു മത്സരവും കൂടി. ആ ഗോൾ അടിക്കുന്ന ഓരോ കുട്ടികളെ കൊണ്ടും അവരേത് വേസ്റ്റാണ് അവരുടെ കയ്യിലിരിക്കുന്നത്, ബയോ വേസ്റ്റ് ആണെങ്കിൽ ബയോൻ്റെ പിന്നിലേക്ക് ഒരു ഗോൾ അടിക്കുക, ഡ്രൈ വേസ്റ്റ് ആണ് ഡ്രൈ വേസ്റ്റിലേക്ക് ഒരു ഗോൾ അടിക്കുക. അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഇലക്ട്രിക് ഐറ്റംസ് ആയിരിക്കും, അത് സ്പെഷ്യൽ ഗ്രേഡുള്ള ഗോളിലേക്ക് ഒരു ഗോൾ അടിക്കുക. അങ്ങനെ ഒരു വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ഈ മത്സരത്തിലെ ഒരു സൗഹൃദ മത്സരം എന്നതിലുപരി ലോകകപ്പിന്റെ ആവേശം പറവൂരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നഗരസഭ ഉദ്ദേശിച്ചത്. മത്സരത്തിൽ വിജയിച്ച ജീവനക്കാരുടെ ടീമിന് ട്രോഫി നൽകി. അപ്പൊ കരിവാലന ചട്ടം പഠിക്കണം. അടുത്ത വിദ്യാഭ്യാസ സ്ഥാനിക കമ്മിറ്റി ചെയർമാൻ, വിദ്യാഭ്യാസ സ്ഥാനിക കൺഗ്രാജുലേഷൻ. അടുത്ത ശ്രീകുമാർ ജയിക്കില്ല, കൺഗ്രാജുലേഷൻ. കൺഗ്രാജുലേഷൻ മോനെ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മാലിന്യം തരംതിരിക്കൽ ഗോളടി മത്സരം ശ്രദ്ധേയമായിരുന്നു. രണ്ടാമത്തെ മത്സരമാണ്. വിജയികൾക്ക് ചെയർമാൻ സമ്മാനങ്ങൾ നൽകി. സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.